നമ്മുടെ കരങ്ങൾ വരുന്ന നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ പേർക്ക് സന്തോഷമുണ്ട്. അവിടെ നമുക്കറിയാം അല്പം ചൂടിന്റെ പ്രയാസമൊക്കെ ഉണ്ട്. എങ്കിലും ഇന്ന് വന്നത് നമുക്കൊരു സന്തോഷമായി മാറും. നമുക്ക് നഷ്ടമാണെങ്കിലും നമുക്ക് സന്തോഷത്തോടെ മടങ്ങണം. അതുകൊണ്ട് നമ്മൾ എന്താണ് സന്തോഷത്തോടു കൂടി നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ മുഖമൊക്കെ സന്തോഷം പൂരിതമായിരിക്കട്ടെ. നിങ്ങളെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങള് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്. നമ്മളെല്ലാം ചേർന്ന് സന്തോഷിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അതുകൊണ്ട് സ്വർഗം സ്തോത്രം ചിലത് ഇന്ന് പകൽക്കാലം സ്തോത്രം നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥനയോട് കൂടിയായിരിക്കും. കർത്താവേ എന്നോട് സംസാരിക്കണം, കർത്താവേ എന്നോടൊന്ന് ഇടപെടണമേ, എനിക്ക് വല്ലതും തരണേ. നമുക്കറിയാമല്ലോ ദാവീദ് പറഞ്ഞു, ദാവീദ് പുത്രാ എന്നോട് മനസ്സറിയണമേ. ദാവീദ് പുത്രനോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു തരാനും ഒക്കത്തുള്ളൂ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും എന്ത് ചെയ്തില്ല, ഭാവിക്കപ്പെടത്തില്ല. പക്ഷെ എനിക്ക് ചിലവ് തരണമേ, എന്നോട് മനസ്സറിയണമേ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയില് സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അവരെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. സ്തോത്രം. നമ്മുടെ സെന്തോമാസില്ലാത്ത ആദ്യത്തെ മാസയോഗമാണ് നമുക്കറിയാം. വർഷങ്ങൾക്ക് ശേഷമായി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20ഓളം 25ഓളം വർഷമായിട്ട് സ്തോത്രം നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ മാസ്റ്റർ ഈ പി മാത്യു മാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. എന്ന് അദ്ദേഹമില്ല. സ്തോത്രം. അത് ഒരു ദുഃഖമല്ല, അദ്ദേഹം സന്തോഷിക്കുന്നു. താൻ സന്തോഷിക്കേണ്ട ഇടത്ത് ചെന്ന് താൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? സന്തോഷമുള്ളവരായിരിക്കുക. പകൽക്കാലം നാം കടന്നു വന്ന് എന്തിനാ? സന്തോഷിക്കുക. അത് കഷ്ടതയായാലും പ്രയാസമായാലും ദുഃഖമായാലും അത് ചൂടായാലും ഭാരം ഉണ്ടായാലും ഇല്ലേലും താൻ കടന്നു വന്നത് സന്തോഷിക്കാൻ. നമുക്ക് വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളെ 27 അതിന്റെ 3-ാമത്തെ വാക്യം എന്ന് പേര് വായിച്ചാട്ടെ. സങ്കീർത്തനം 27:3. സങ്കീർത്തനങ്ങളെ 27:3.